ജ്യോതിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ചാനൽ ഇന്നലെ ഫുൾ മോണിറ്റൈസേഷനായി. അത് വെറും 2.5 മാസം കൊണ്ടാണ് ഫുൾ മോണിറ്റൈസേഷനായത്. അപ്പം ഞാൻ എല്ലാവർക്കും നന്ദി അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഫുൾ മോണിറ്റൈസേഷൻ ആയെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ പറയുന്നത് എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. പേരെടുത്ത് പറയുന്നില്ല, കുറേ ആൾക്കാരുണ്ട് പേര് പറയാൻ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനിയും വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നു. അപ്പം എങ്ങനെയാണ് ചാനൽ മോണിറ്റൈസേഷൻ പെട്ടെന്നാക്കിയെന്ന് പറയും. അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയത് എനിക്ക് ലൈവിൽ നിന്നാണ് വാച്ച് ഓവർ കിട്ടിയത്. ഞാൻ ലൈവ് ഇടുന്നത് ഗ്രീൻ സ്ക്രീൻ ലൈവായിരുന്നു. അപ്പം നമുക്ക് വാച്ച് ഓവർ മോണിറ്റൈസേഷൻ എങ്ങനെയാണ് ആകുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. തുടക്കക്കാർക്ക് അറിയത്തില്ല എങ്കിൽ പറഞ്ഞു തരാം. അപ്പം നമുക്ക് 1 ഇയർ കൊണ്ട് 4000 വാച്ച് ഓവറും 1K സബും ഉണ്ടെങ്കിൽ ഫുൾ മോണിറ്റൈസേഷനും, 500 സബും 3000 വാച്ച് ഓവറും ഉണ്ടെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷൻ ആവും. ഷോർട്സ് തന്നെ എടുത്ത് നോക്കിയാൽ 3 മില്യൺ ഷോർട്സ് ഉണ്ടെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷൻ 3 മാസം കൊണ്ടാണ്. അതുപോലെ തന്നെ 10 മില്യൺ വ്യൂസ് നമുക്ക് 90 ദിവസം കൊണ്ട് ആവുകയാണെങ്കിൽ അത് ഫുൾ മോണിറ്റൈസേഷൻ ആവും. നമുക്ക് തുടക്കക്കാർക്ക് അങ്ങനെ ഇത് മില്യൺ വ്യൂസൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കും. നമ്മൾ ആദ്യം തന്നെ ചാനലൊക്കെ തുടങ്ങിയതൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ വാച്ച് ഓവർ ഉണ്ടാക്കി നമുക്ക് മോണിറ്റൈസേഷൻ ആകാൻ പറ്റും. അപ്പോൾ വാച്ച് ഓവർ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാം, തീരെ വളരെ കുറച്ച് 35 ഷോർട്സ് മാത്രമേ ഉള്ളൂ. ലോങ് വീഡിയോ ആണെങ്കിലും 4 ലോങ് വീഡിയോ ഉള്ളൂ, ബാക്കി മുഴുവൻ ലൈവാണ്. അപ്പോൾ എനിക്ക് ലൈവിൽ നിന്നാണ് വാച്ച് ഓവർ കിട്ടിയിരിക്കുന്നത്. ലൈവ് നമുക്ക് 50 സബ്ബൊക്കെ ആകുമ്പം ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് 90 ആയപ്പോഴാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ ഗ്രീൻ സ്ക്രീൻ ലൈവാണ് ഇടുന്നത്. ഗ്രീൻ സ്ക്രീൻ ലൈവ് ഇട്ടത് എൻ്റെ സ്വന്തം കണ്ടൻറ്റ്. അപ്പം പലയിടത്തുനിന്നും എടുത്ത് നമുക്ക് ഫേസ്ബുക്കിൽ നിന്നോ അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്നോ ഗൂഗിളിൽ നിന്ന് എടുത്ത് അതേപോലെ നമ്മൾ എടുത്തിട്ട് ഇടരുത്. ഇട്ടാൽ നമുക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്നും പറഞ്ഞ് വാച്ച് ഓവറൊക്കെ കിട്ടും, പക്ഷേ റീയൂസ്ഡ് കണ്ടൻറ്റ് വരും. അപ്പം അത് ഞാൻ ഉപയോഗിക്കുന്ന ഇൻഷോട്ട് ആപ്പ്. അത് ഇൻഷോട്ട് ആപ്പ് ഈസിയാണ്. അപ്പോൾ ഇൻഷോട്ട് ആപ്ലിക്കേഷനിൽ പോയിട്ട് അത് കണ്ടൻറ്റ് സ്വയം നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മുടേതായ രീതിയിൽ ടൈപ്പ് ചെയ്തിട്ട് അതാണ് ഗ്രീൻ സ്ക്രീൻ ഇട്ടത്. ആദ്യം നമുക്ക് 1 വീക്ക് ഗ്രീൻ സ്ക്രീൻ ഇടുമ്പം വ്യൂസ് കുറവായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും വ്യൂസ് നന്നായിട്ട് കൂടിയിട്ട് നമുക്ക് വാച്ച് ഓവർ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പം ഒന്നും കൂടി ശ്രദ്ധിക്കണം, ഫുൾ സൗണ്ട് കൊടുക്കണം. പലരും രാത്രിയിലൊക്കെ ഇട്ടിട്ട് രാവിലെ ഇങ്ങനെ ഓഫാക്കി ഇടും. അപ്പം മ്യൂട്ടാക്കരുത്. നമ്മൾ തുടക്കം മുതൽ എത്ര നേരം നമുക്ക് ഇടാൻ പറ്റുമോ അത്രയും നേരം നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ കമൻറ്റുകൾക്കൊക്കെ മറുപടിയൊക്കെ കൊടുത്ത് അങ്ങനെ സൗണ്ട് കൊടുക്കണം. മേളിൽ വ്യൂസ് കുറേ കാണും, പക്ഷെ ആരും മെസ്സേജ് ഇടുന്നില്ല എങ്കിൽ പോലും നമ്മൾ അതിലെ കണ്ടൻറ്റുമൊക്കെ വായിച്ചിട്ട് 1 മണിക്കൂറാണ് 2 മണിക്കൂറാണ് അത്രയും സമയം നമ്മൾ സൗണ്ട് കൊടുക്കുക. അപ്പം പിന്നെ റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. ഒരു ഇട്ട കണ്ടൻറ്റ് വീണ്ടും ഇടരുത്, അത് റീയൂസ്ഡ് കണ്ടൻറ്റ് ആവും. പിന്നെ ഞാൻ അതിൻ്റെ സ്ക്രീനും കൂടി മാറ്റിയിരുന്നു. ഇന്ന് ബ്ലാക്ക് ഇട്ട് നാളെ ഗ്രീന്, അങ്ങനെ അടുപ്പിച്ച് 3 സെയിം കളറ് അടുപ്പിച്ച് വന്നിട്ടില്ല. ഗ്രീൻ സ്ക്രീൻ നമ്മൾ ഇൻഷോട്ട് ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കളർ ശ്രദ്ധിച്ചു. പിന്നെ ഫേസ് കാണിച്ചിട്ടാണ് ഞാൻ ഷോർട്സ് ഇട്ടത്. അപ്പോൾ അതിലും ഞാൻ ശ്രദ്ധിച്ചു, അടുപ്പിച്ച് നമ്മുടെ ഈ ഡ്രസ്സ് 3 ഷോർട്സ് അടുപ്പിച്ച് ഇടാതെ വേറെ വേറെ ഡ്രസ്സിലിട്ടിട്ട് അങ്ങനെയും ചിലപ്പോൾ ഗ്രീൻ സ്ക്രീൻ ലൈവ് ചെയ്യുന്നു. ഫേസ് ലൈവ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ ലൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ഫേസ് കാണിക്കുമ്പോൾ ഒരേ ഡ്രസ്സ് അടുപ്പിച്ച് വന്നിട്ടില്ല. പിന്നീട് നമുക്ക് ഡ്രസ്സ് റിപ്പീറ്റ് ചെയ്യാം, പക്ഷേ അത് അടുപ്പിച്ച് വരാതെ അങ്ങനെയും ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് വാച്ച് ഓവർ കംപ്ലീറ്റ് ആയി. ഹാഫ് മോണി ആയിരുന്നു ആയത്, അതായത് 1K സബ് ഇല്ലാത്ത കാരണം ഹാഫ് മോണി ആയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇന്നലെയാണ് 1K സബ് ആയപ്പോൾ ഫുൾ മോണിറ്റൈസേഷൻ. വാച്ച് ഓവർ നേരത്തെ കംപ്ലീറ്റ് ആയിരുന്നെങ്കിലും 1K സബ് ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് ഓൺ ആയില്ല, ഹാഫ് മോണി മാത്രമേ ഓൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ലൈവിൽ നിന്ന് മാത്രമുള്ള വാച്ച് ഓവർ കൊണ്ടാണ് ഞാൻ മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഗ്രീൻ സ്ക്രീൻ എടുക്കാൻ അറിയത്തില്ല എന്നൊക്കെ ഉള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇൻഷോട്ടിൽ കയറി എങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അത് അപ്പോൾ എല്ലാവർക്കും കമൻറ്റിൽ കൂടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും മോണിറ്റൈസേഷൻ ആവുമെന്നിപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ആയതുകൊണ്ട് അത് ഇത്രയും പെട്ടെന്ന് തന്നെ, ചിലർ പറയും ഗ്രീൻ സ്ക്രീൻ
ലൈവ് ഇട്ടാൽ കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അതുപോലെ നമ്മൾ നോക്കിയാൽ ഗ്രീൻ സ്ക്രീൻ ലൈവിൽ മറ്റുള്ളവരുടെ ഗൂഗിളിൽ നിന്നൊക്കെ ഉള്ള സെയിം എടുത്തിടാതെ നമ്മൾ തന്നെ വേറെ ആപ്പിൽ പോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ എഴുതി ഇട്ടുവാണെങ്കിൽ പിന്നെ റിപ്പീറ്റും ചെയ്യില്ല. ഒരു കണ്ടന്റ് ഇട്ടതിന് അത് തന്നെ വീണ്ടും ഇടരുത്. അതുപോലെ തന്നെ ഷോർട്സ് ഒക്കെ ആണെങ്കിലും മറ്റുള്ളവരുടെ വീഡിയോസ് ഇടരുത്. ഫേസ്ബുക്കിലൊക്കെ ഇട്ടതിന് ശേഷം ഇങ്ങോട്ട് ഇടരുത്. യൂട്യൂബിൽ ആദ്യം ഇട്ടതിന് ശേഷം ആ വീഡിയോസൊക്കെ ഫേസ്ബുക്കിൽ ഇടാവുന്നതാണ്. ഫേസ്ബുക്കിലിട്ട് ഇൻസ്റ്റയിലോ ഇട്ട വീഡിയോസ് ഇതിൽ ഇടരുത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടാലാണ് റീയൂസ്ഡ് കണ്ടന്റ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ ഇനി എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഓക്കെ, ബൈ ബൈ.